വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിച്ചോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ ഒരു വാദം ഉന്നയിച്ചിരിക്കുകയാണ്. യുദ്ധം അവസാനിച്ചു എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം വരെ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ചെറുതെങ്കിലും വളരെ മാരകമായിട്ടുള്ള ഒരു പ്രഹരം ഇനിയും ഇറാന് മേൽ ഏൽപ്പിക്കും എന്നാണ്. ഡിസ്ട്രോയറുകളും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പോരാത്തതിന് മിസൈലുകൾ അടക്കം അവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. പക്ഷെ ട്രംപ് ഇപ്പോ ഒരു നേരം ഇരുട്ടി വെളുത്തപ്പോ ട്രംപ് പറയുന്നത് യുദ്ധം അവസാനിച്ചു, നിങ്ങൾ അറിഞ്ഞില്ലേ എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. പക്ഷേ യുദ്ധം അവസാനിച്ചു എന്ന് ട്രംപ് പറയുമ്പോഴും ലോകരാജ്യങ്ങൾക്കിടയിൽ അത് അവസാനിച്ച യാതൊരുവിധ പ്രതീതിയും കാണാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ പല സാഹചര്യങ്ങളിലും ലോകരാജ്യങ്ങൾ ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കാനായി ഇന്ത്യയുടെ നിലപാടുകൾ നോക്കാറുണ്ട്. ഇന്ത്യ മുൻകരുതലുകൾ എടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ലോകരാജ്യങ്ങൾ പറയുന്നത് ഇന്ത്യ മുൻകരുതൽ എടുക്കുകയാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള LPGയുടെ വില കൂട്ടി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. വലിയ വാർത്തയാണത്. കാരണം മാധ്യമങ്ങളെല്ലാം അത് വലിയ വാർത്തയാക്കി ആഘോഷിക്കുകയാണ്. ഇവർക്കറിയാത്തതല്ല അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുകയാണ് എന്നുള്ളത്. ആ യുദ്ധം ഇവർക്കൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം ഉൽപ്പാദിപ്പിക്കാത്ത ഒരു സാധനമാണല്ലോ ഈ പെട്രോളും ഡീസലും പിന്നെ ഈ പാചകവാതകവും ഒന്നും. ഇതൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? അറബി നാടുകളിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ ലഭിക്കുന്നത്. ഇത് തരുന്നതാകട്ടെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ. ഖത്തറിലെ പ്ലാന്റുകൾ സമ്പൂർണ്ണമായിട്ടും പണിമുടക്കി കഴിഞ്ഞു. 5 വർഷം ഇനി എടുക്കും ഇവർക്ക് ഇനി ഇത് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ എന്നവർ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ സുഡാപ്പികൾ ഇറാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനാണ് ഖത്തറിന്റെ മണ്ടയിൽ ബോംബിട്ട് ആ പ്ലാന്റുകൾ തകർത്ത് ഈ സുഡാപ്പികളുടെ കേരളത്തിലെ കടയ്ക്ക് തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഗ്യാസ് സിലിണ്ടർ കൊടുക്കാത്ത രീതിയിൽ കൊണ്ടെത്തിച്ചത്. എന്നിട്ടും അവന്മാർ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഗ്യാസ് സിലിണ്ടർ മോദി തരണം എന്നുള്ളതാണ് ഇവരുടെ ഒരു നിലപാട്. വല്ലാത്തൊരു കൂഴച്ചക്കയൊക്കെ നമ്മൾ പൊളിക്കുമ്പോൾ അത് ഞങ്ങൾക്കിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു നിലപാടാണ് അവരുടെ നിലപാടെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ മേടിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ജപ്പാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അടിമയാണ്. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കുമ്പോഴേ ട്രംപിന് വലിയ കളിയാണ്. അപ്പോഴാണ് ജപ്പാൻ ഇപ്പോൾ എണ്ണ മേടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ട്രംപ് ഇങ്ങനെ പറയുമ്പോഴും ലോകരാജ്യങ്ങളെല്ലാം അവരുടെ എണ്ണയിലുള്ള റിസർവ് ആവട്ടെ, അങ്ങനെയുള്ള പല റിസോഴ്സസ് ആകട്ടെ, ഇതെല്ലാം സംരക്ഷിക്കാനും ഇതെല്ലാം സ്റ്റോർ ചെയ്യാനുമുള്ള നീക്കങ്ങളാണ് അടുത്ത നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിച്ചോ? അതിന് പുറമെ ഒരു ചോദ്യം കൂടെ, ഇന്ത്യയിൽ പെട്രോൾ വില കൂട്ടാൻ പോകുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതെങ്ങനെയായിരിക്കും ഇത് കൂടുക? കാരണം കൂട്ടാതെ നിവൃത്തിയില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും കൂടി പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന UAE ദിവസം ദിവസം വെച്ച് കൂടിക്കൊണ്ടിരിക്കുക. അമേരിക്കയിൽ 50, 60, 70% പെട്രോൾ വില വർധനവ്. അപ്പോഴാണ് ഈ യുദ്ധം തുടങ്ങി ഇത്ര മാസം കഴിഞ്ഞിട്ടും പെട്രോൾ വില കൂട്ടാതെ നമ്മുടെ രാജ്യം, അതും ലോകത്തെ ഏറ്റവും കൂടുതൽ പെട്രോൾ ആവശ്യമുള്ള ആ പെട്രോൾ ഉൽപാദനം നടത്താത്ത നമ്മുടെ രാജ്യം പിടിച്ചു നിന്നത്. എന്തായിരിക്കും അവസ്ഥ? ട്രംപിന്റെ വാക്കുകൾ ഇപ്പോൾ ലോകം ആരും വിശ്വസിക്കാത്തൊരു സാഹചര്യത്തിലാണ് പോകുന്നത്. ഒരു വാക്കും ആരും വിശ്വസിക്കാറില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ടെക്നിക്കലി യുദ്ധം നിർത്തിയെന്ന് അദ്ദേഹം പറയാൻ കാരണം ഈ കോൺഗ്രസിന്റെ ഒരു നിയമം അനുസരിച്ച് 60 ദിവസത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് മാത്രം, ട്രംപിന് മാത്രമായിട്ട് യുദ്ധവും സംഘർഷവും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് ഈ കോൺഗ്രസിന്റെ ഒരു ഈ അനുമതി ആവശ്യമാണ്. അപ്പൊ ആ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് നിർത്തുക, പിന്നീട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. 60 കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് വന്നതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നിൽക്കുന്ന കാര്യം, ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം 6500 ടൺ സ്ഫോടക വസ്തുക്കളും മറ്റും നമ്മുടെ ന്യൂസിന്റെ ആ വാർത്ത ചെയ്തിരുന്നു, കൊണ്ട് ഇറക്കുമതി ചെയ്തിരുന്നു. അത് എന്തിനാണ് ഇറക്കുമതി ചെയ്യുന്നത്? അത് തീർച്ചയായിട്ടും ഇറാനെ ആക്രമിക്കാൻ തന്നെ ആയിരിക്കും. ഇത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിനിടയിലാണ് ഇവിടെ എണ്ണവില വർധനവിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഇത് അടിക്കുന്നു. ഒരു കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഈ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു വലിയ ഭാഗം പോകുന്നതും ഇപ്പൊ എല്ലാവരും ഇവിടെ വിലപിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡോളറിന് എതിരെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇടിയുന്നത് കണ്ടില്ല എന്ന്. എങ്ങനെ ഇടിയാതിരിക്കും? കാരണം നമ്മൾ ഈ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി നാം മുടക്കുന്ന പണം ഇന്ത്യൻ റുപ്പീസിലല്ല, നമ്മളത് കൺവെർട്ട് ചെയ്ത് ഡോളറിലാണ് പണം മുടക്കുന്നത്. സ്വാഭാവികമായി തന്നെ ഡോളറിനെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ മൂല്യം ഇടിയുകയാണ് ചെയ്യുന്നത്, ഉയരുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതൊരു സാമാന്യ കണക്ക് തന്നെയാണ്. അതായത് അതിനർത്ഥം ഈ ഇന്ത്യയിൽ എങ്ങും തന്നെ എണ്ണ ഉൽപ്പാദനമില്ല. ONGCയും പിന്നെ അസാമിലും ഒക്കെ ആണ് ചെറിയ രീതിയിൽ 5% അടുത്ത് മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള എണ്ണ ഉൽപ്പാദനമുള്ളത്. 5% കൊണ്ട് പ്രതിദിനം ഇവിടെ വേണ്ടത് 55 ലക്ഷത്തോളം വരുന്ന ഗ്യാസ് സിലിണ്ടറിലാണ് വേണ്ട, ഗാർഹിക ആവശ്യത്തിന് മാത്രമായിട്ട്. ഇൻഡസ്ട്രിയിൽ വേറെ വരുന്നുണ്ട്. പെട്രോളും ഡീസലും ഇവിടെ ഏതാണ്ട് രണ്ടും കൂടെ ഏതാണ്ട് ഒരു 80 ലക്ഷം ലിറ്ററാണ് പെർ ഡേ നമുക്ക് ചെലവായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോകുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഇത് വാഹനങ്ങളുടെ കഥ മാത്രമാണ് നമ്മൾ ഈ പറയുന്നത്.
അപ്പൊ ഇതിന്റെ എത്രയോ ഇരട്ടി നമുക്ക് മറ്റേ നമ്മുടെ പ്ലാന്റുകൾ, ജനറേറ്ററുകൾ, വലിയ മിഷൻസ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് വിമാനം കൂട്ടിയിട്ടില്ല, കപ്പൽ കൂട്ടിയിട്ടില്ല, മറ്റിടപാടുകളൊന്നും തന്നെ കൂട്ടിയിട്ടില്ല. ഇവിടെയൊക്കെ വരുന്ന അത്ര ഊർജ്ജം നമുക്ക് ആവശ്യമായിട്ട് വരും. ഈ സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ആഴ്ച തന്നെ ചൈനയിൽ ആദ്യത്തെ തവണ വില കൂടി. 3 തവണയാണ് ചൈനയെ വില കൂടിയത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അമ്പെ തകർന്ന് തരിപ്പണമായി പോയി. അതുപോലെ തന്നെ US, അമേരിക്ക, അവരൊക്കെ ലോകത്തിലെ 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് എന്ന് മാത്രമല്ല US തന്നെ അവർക്ക് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട്, അവർക്ക് റിഫൈനറികളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും അവിടെയും വില കൂട്ടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും വില കൂട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും, ലോകത്തെ എല്ലാ രാജ്യങ്ങളും നമ്മൾ അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ മറ്റുള്ള കാര്യത്തിലൊക്കെ നമ്മൾ എപ്പോഴും പറയുമല്ലോ, നമ്മൾ സാമ്പത്തികമായിട്ട് 3-4-ാം സ്ഥാനത്ത് നിൽക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയാണ്. അപ്പോഴും നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ക്രൂഡ് ഓയിലിന്റെ കേസിലായാലും വളത്തിന്റെ കേസിലായാലും എല്ലാ രാജ്യങ്ങൾക്കും ഓരോ പരിമിതിയുണ്ട്. എല്ലാം തികഞ്ഞൊരു രാജ്യവും ഇല്ലല്ലോ എന്ന് പറയുന്നതിനെ കാരണം. അപ്പൊ സ്വാഭാവികമായി തന്നെ ഈ വില കൂട്ടി. കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചൈനയിൽ എന്തുകൊണ്ട് വില കൂട്ടിയെന്ന് വെച്ചാൽ ചൈനയ്ക്ക് ഈ ക്രൂഡ് ഓയിൽ കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് കൂടി. അതായത് അവർക്ക് ഇറാനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് കുറച്ച് ലാഭകരമായിരുന്നു. നമുക്കും മിഡിൽ ഈസ്റ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് ലാഭകരമായിരുന്നു. ഖത്തറിലെ ഈ ഗ്യാസ് പ്ലാന്റുകളെല്ലാം പൂട്ടിയിട്ട് എത്രയോ നാളുകളായി. അപ്പം നമ്മൾ ഇത് റഷ്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതിന് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചെലവ്, അതിന് വേണ്ടി വരുന്ന ഇൻഷുറൻസ് ചെലവ്, ഇതെല്ലാം ഇതിനകത്ത് ബാധകമായ ഒരു കാര്യമാണ്. ഈ യുദ്ധമൊന്നും ഇല്ലാതിരുന്ന 2014 മുതൽ പിന്നോട്ടുള്ള കുറെ വർഷങ്ങളിലൊക്കെ ഇവിടെ എത്ര തവണയാണ് ഡീസലിനും പെട്രോളും വില കൂടിക്കൊണ്ടിരുന്നത്? ഈ 2014 ശേഷം ഒരു തവണയോ മറ്റോ ആണ് കൂടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 4 വർഷമോ 5 വർഷങ്ങളായിട്ടുണ്ട് പെട്രോളിനും ഡീസലിനും ഒക്കെ ഈ രാജ്യത്ത് വില കൂടിയിട്ടുള്ളത്. മുമ്പ് അങ്ങനെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ. അതായത് ഈ പ്രതിസന്ധി ഉള്ളപ്പോൾ പോലും നമ്മുടെ രാജ്യത്തെ ഇത് വർദ്ധിക്കാതെ പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പം സ്വാഭാവികമായി തന്നെ ഇതിന്റെ ഒരു പരിണതഫലം ലോകത്ത് മുഴുവൻ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മളും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഇറക്കാതിരിക്കണം. അതിപ്പം ഈ നരേന്ദ്രമോദി നല്ല ദൈവം വന്ന് ഭരിച്ചെന്ന് പറഞ്ഞാലും ഒരു രക്ഷയുമില്ല ആ കേസിനകത്ത്. കാരണം ഇപ്പൊ ജപ്പാൻ, ധനുഷ് നേരത്തെ സൂചിപ്പിച്ച ജപ്പാൻ അവരുടെ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്, പ്രതിരോധ സഖ്യമുള്ള രാജ്യമാണ്. അതായത് നാറ്റോയ്ക്ക് പുറത്ത് നാറ്റോ പോലെ തന്നെ അവർ കൊണ്ടു നടക്കുന്ന ചില രാജ്യങ്ങളൊന്ന് ഈ ദക്ഷിണ കൊറിയയും ജപ്പാനും ഒക്കെയാണ്. ജപ്പാന് 440 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരമുണ്ട് എന്ന് പറയുമ്പോഴും അവർ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു തുടങ്ങി. അമേരിക്ക ഒന്നും മിണ്ടുന്നില്ല. ദക്ഷിണ കൊറിയയിൽ അവിടുത്തെ ഈ സെമി കണ്ടക്ടറാണ്, ചിപ്പുകൾ നിർമ്മാണമാണ് ഈ ദക്ഷിണ കൊറിയയുടെ ഏറ്റവും വലിയ ഇൻകം. അവിടുത്തെ ഫാക്ടറികൾ പൂട്ടി. കാരണം ഇവരെല്ലാവരും, ഇവരുടെ എല്ലാം 90% ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇറക്കിക്കൊണ്ടിരുന്നത് മുഴുവൻ മിഡിൽ ഈസ്റ്റിൽ നിന്നായിരുന്നു. നമ്മൾ പിന്നെ അത്രയും ചെയ്യുന്നില്ല. നമ്മളതിൻ്റെ ഇടയ്ക്ക് റഷ്യയുടെ നമ്മൾ എവിടെ ലാഭം കിട്ടുന്നു, എവിടെ 10 പൈസ കുറവുണ്ടോ അവിടെ നിന്നെല്ലാം നമ്മൾ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചെലവ്. പിന്നെ ഈ റഷ്യയിൽ നിന്ന് ഉള്ള ഈ ക്രൂഡ് ഓയിലിന് ഇപ്പൊ ഡിസ്കൗണ്ട് ഇല്ല നമുക്ക്. കാരണം ലോകത്തുള്ളവർ മുഴുവൻ ഇപ്പൊ റഷ്യയിലേക്ക് വണ്ടി പിടിച്ചിട്ട് പോയിരിക്കുക ഡീസൽ എടുക്കാനായിട്ട്. അപ്പൊ പിന്നെ അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ചൈന, ഇന്ത്യ, ജപ്പാൻ, എത്രയോ രാജ്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി തന്നെ ഇത് വരുന്നു. ഇനി രണ്ടാമതൊരു വിഷയം കൂടെ ഉണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തെ റിഫൈനറികൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. നിങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് 10 രൂപ സെസ് ഏർപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായി തന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടല്ലേ? കാരണം അവർ ഈ കയറ്റുമതി ചെയ്തിട്ടായിരുന്നു കുറെ പൈസ ലാഭം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ അതും കൂടെ നമ്മളൊന്ന് ഒരു കടിഞ്ഞാണിട്ടു. അത് ഇട്ടതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് എണ്ണയുടെ ഷോർട്ടേജ് വരരുത്. ഇവരും മറ്റു രാജ്യങ്ങൾക്ക് അയക്കുന്നുണ്ട്, കയറ്റിവിടുന്നുണ്ട്, കുഴപ്പമില്ല. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സെസ് ഏർപ്പെടുത്തിയതാണ്. അതും ഒരു പൂനിന്മ കുരുവായിട്ട് വന്നു. സ്വാഭാവികമായി തന്നെ എന്തായാലും ഇത്രയും വൈകിയല്ലോ ഇത് കൂട്ടാൻ എന്നുള്ളതിൽ മാത്രമാണ് ഒരു ചെറിയ സന്തോഷമുള്ളത്. കാരണം തുടക്കത്തിലെ വേണമെങ്കിൽ ഇത് കൂട്ടാമായിരുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഇതിപ്പോ കൂട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള തിരക്കിലാണ്. അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഗൾഫിലെ യുദ്ധം തീരുകയല്ല, ഗൾഫിലെ യുദ്ധം കുറച്ചുകൂടെ പടർന്ന് പന്തലിച്ചിട്ട് മഹായുദ്ധമായി മാറുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്രയും നാളൊക്കെ പിടിച്ചു നിന്ന് ഇന്ത്യ പോലൊരു രാജ്യം, കാരണം ഈ ശരിയാണ് ധനുഷ് പറഞ്ഞത്, വളരെ കറക്റ്റാണ്. നമ്മുടെ ഈ ഇന്ത്യയുടെ നീക്കങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇറാനുമായിട്ടും മിഡിൽ ഈസ്റ്റുമായിട്ടും ഒപ്പം തന്നെ ഇസ്രായേലും അമേരിക്കയുമായിട്ടൊക്കെ അത്യാവശ്യം നല്ല ബന്ധമുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തുന്ന നീക്കം എന്തെങ്കിലും ഒന്ന് മുൻകൂട്ടി കാണാതെ നടത്തില്ല. കാരണം യുദ്ധം വളരെ ശക്തമായി വരും, അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടായിരിക്കണം ഇന്ത്യ ഇപ്പോൾ കുറച്ചുകൂടി കർശനമായ ഒരു രീതിയിലേക്ക് പോകുന്നത്. എണ്ണ കമ്പനികൾ ഇപ്പോൾ വളരെ കാലമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, ഈ റേറ്റ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് റേറ്റ് കൂട്ടി തരണം. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ വലിയ രീതിയിൽ നമ്മുടെ രാജ്യം സബ്സിഡി കൊടുത്ത് മുടിഞ്ഞിരുന്നു. സബ്സിഡി കൊടുത്തിട്ടായിരുന്നു കുറച്ചെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ ആ സബ്സിഡി നിർത്തി അവർക്ക് കൊടുക്കാനുള്ള കടങ്ങൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ എണ്ണ കമ്പനികൾക്ക് കൊടുക്കാനുള്ള കടം ഒരു വലിയ പരിധി വരെ നമ്മൾ അടച്ചു നിർത്തും. ആരും ഫ്രീ ആയിട്ട് നമുക്കൊന്നും തരത്തില്ല.
ഈ പറയുന്ന എണ്ണ കമ്പനികൾ പൊതുമേഖലാ സ്ഥാപനമായാലും മറ്റുള്ള സ്ഥാപനമായാലും ലാഭത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവരവിടെ കൊണ്ടുവന്ന് ജനങ്ങൾക്കാർക്കും ഫ്രീ ആയിട്ട് ഓരോ ലിറ്റർ ഇരിക്കട്ടെ എന്ന് പറയില്ല. ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. അവിടെ പോലും ദിനം പ്രതി വില കൂടിക്കൊണ്ടിരിക്കുക UAE ഒക്കെ. കാരണം അവർക്ക് ഓൾറെഡി എണ്ണ കിണറുകളുള്ളതാണ്, എണ്ണ ഉത്പാദനമുള്ള രാജ്യമാണ്. അവിടുത്തെ അവസ്ഥ അതാണ്. ഇത് വല്ലോടത്തുനിന്നും കിടക്കുന്ന എണ്ണയും ഗ്യാസും കൊണ്ടുവന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യേണ്ടവരാണ് നമ്മൾ. നമ്മുടെ അവസ്ഥ ഇതാണ്. അതായത് ഊർജ്ജ പ്രതിസന്ധി. ഇനി കേരളത്തിലേക്ക് വന്നാലോ ഇതിലും പരിതാപകരമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഈ വൈദ്യുതി മന്ത്രി പറഞ്ഞ ഒരു രസകരമായ കാര്യം, എല്ലാവരും ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വൈദ്യുതി ഭയങ്കര ചെലവ് ഇപ്പൊ കേരളത്തിൽ വരുന്നത്, ഈ ഷോർട്ടേജ് വരുന്നതിന് കാരണം അതാണെന്ന്. സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപാദനം പോലും നടത്തി മിച്ചം ഉണ്ടാക്കാത്തൊരു സംസ്ഥാനമാണ് കേരളം. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ഇവിടെ ഈ ശ്രീ നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം കേരളത്തിൽ വിസിറ്റിന് വന്നിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നമ്മുടെ ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് 10-30 വർഷം മുമ്പ് എല്ലാ സംസ്ഥാനങ്ങളെയും വിളിച്ചു കൂട്ടിക്കൊണ്ടൊരു സമിതി രൂപീകരിക്കും, ചർച്ച നടക്കുക നമുക്ക് ചെയ്ത്. അന്ന് നരേന്ദ്രമോദി സർക്കാർ, കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി അല്ല, അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം. അപ്പോ അന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നമുക്ക് ഇതേ രീതിയിൽ പോയാൽ പറ്റില്ല, എല്ലാവരും പാരമ്പര്യേതര ഊർജ്ജം കണ്ടെത്തണം എന്ന് പറഞ്ഞു. അത് പല രാജ്യങ്ങളും പല സംസ്ഥാനങ്ങളും പല സജഷൻസ് കൊടുത്തു. അതിൽ കേരളം, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കൊടുത്തത് സോളാറാണ്. സോളാർ പാരമ്പര്യേതര ഊർജ്ജം. അതായത് നമുക്ക് എന്നും ഇതിനെ ഈ എണ്ണയും മാത്രം ആശ്രയിച്ചിരിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ജലസ്രോതസ് മാത്രം ആശ്രയിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് സ്രോതസ്സുകൾ കണ്ടെത്തണം എന്ന് പറഞ്ഞു. തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള സജഷൻസ് ആണ് കൊടുത്തത്. അവിടെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് അന്ന് ചോദിച്ച ചോദ്യം, ഞങ്ങളും നിങ്ങളും ഒരുമിച്ചായിരുന്നല്ലോ ഇതിൽ ഒപ്പുവെച്ചത്, ഞങ്ങളും നിങ്ങളും ഒരുമിച്ച് തുടങ്ങിയല്ലോ, നിങ്ങളുടെ സോളാർ എവിടെ എത്തി? ഭയങ്കര കൈയടിയായിരുന്നു അന്ന് കേരളത്തില്. അന്ന് വെച്ചാൽ അന്ന് മറ്റേ ഈ സോളാർ വിവാദമൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. ഞങ്ങളിപ്പോൾ വൈദ്യുതി ഉണ്ടാക്കി മറ്റ് സംസ്ഥാനങ്ങൾക്ക് വിറ്റ് തുടങ്ങി. രാജസ്ഥാൻ വിറ്റ് തുടങ്ങി, മധ്യപ്രദേശ് വിറ്റ് തുടങ്ങി. അതായത് സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി മിച്ചം സംസ്ഥാനങ്ങളായിട്ട് അതൊക്കെ മാറി. അപ്പോഴും കേരളം മറ്റിടത്തൊന്നും പൈസ കൊടുത്ത് കൂടിയ എമൗണ്ടിന് ഇവിടെ ഇത് എത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്തുകൊണ്ടാണിത്? ഇവിടെ നടപ്പാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. ഇവിടെ ചിലർക്ക് പുട്ടടിക്കാനായിട്ടോ ഇല്ലെങ്കിൽ കൂടിയ വിലയ്ക്ക് മറ്റിടങ്ങളിൽ നിന്ന് വൈദ്യുതി ഇവിടെ എത്തിക്കും കിട്ടുന്നത് കമ്മീഷനോ ഇല്ലെങ്കിൽ ആ കിട്ടുന്ന കൂടിയ തുകയോ ആയിരിക്കാം ഒരു പക്ഷെ സർക്കാരിനെ തന്നെ നിലനിർത്തുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവിടെ സംഭവിച്ചത്. അതല്ലാതെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്ന ജനത്തിനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവൻ കൃത്യമായി തന്നെ പൈസ അടച്ചിട്ടാണ് ഈ കറണ്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ സോളാർ ഇപ്പം നടന്നു വരുന്നുണ്ട്. ഇത് എത്രയോ കാലം മുമ്പ് വരേണ്ടതാണ്. 2016 ആയപ്പോഴേക്കും ഗുജറാത്ത് വൈദ്യുതി മിച്ച സംസ്ഥാനമായി മാറി. അവർ സോളാർ പാനലുകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഈ വൻകിട ജലവൈദ്യുത പദ്ധതികളൊന്നും ഗുജറാത്തിനില്ല. മധ്യപ്രദേശും രാജസ്ഥാനും അന്നൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളാണത്. അവര് പോലും മിച്ച സംസ്ഥാനമായി മാറി. രാജസ്ഥാനിന്റെയും മറ്റിടത്തെയും വൈദ്യുതികളൊക്കെ ഇവിടെ വാങ്ങാറുണ്ടല്ലോ. അപ്പം അങ്ങനെ പോകുന്ന ഒരു കാര്യം. അപ്പൊ ഇതെല്ലാം ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഇനിയും പാരമ്പര്യേതര ഊർജ്ജങ്ങളിലേക്ക് മാറുക. ഇപ്പൊ തന്നെ ഇന്നലെ ശ്രീമാൻ നിതിൻ ഗഡ്കരി പറഞ്ഞു കഴിഞ്ഞു, പെട്രോൾ ഡീസൽ വണ്ടികൾ ഇനി ഉണ്ടാകില്ല അധിക നാള്, ഞാൻ നിർത്താൻ പോകുന്നുമല്ല. ഒന്നുകിൽ വൈദ്യുതി, അല്ലാന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ, അല്ലാന്നുണ്ടെങ്കിൽ എഥനോൾ വെച്ചിട്ട് വണ്ടി ഓടിയാൽ മതി ഇനി എന്നുള്ളത് ഞാൻ കൃത്യമായി തന്നെ വാഹന കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. മഹീന്ദ്രയും ടാറ്റയും ഒക്കെ അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവരിനി പെട്രോൾ ഡീസൽ വണ്ടികൾ ഇറക്കില്ല എന്ന്. കാരണം നമുക്ക് എത്ര നാൾ ക്രൂഡ് ഓയിലിനെ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ കഴിയും? അമേരിക്ക ഗ്യാസ് ഷെല്ലിലേക്കും ഇലക്ട്രിക്കലിലേക്കും സോളാറിലേക്കൊക്കെ മാറിയത് കൊണ്ടാണ് അവർക്ക് വലിയ പ്രോബ്ലം ഇല്ലാതെ പോകേണ്ടി വന്നത്. എന്നിട്ട് പോലും അവിടെ വില കൂട്ടേണ്ടി വന്നു. അവരുടെ ഏതാണ്ട് 55% ക്രൂഡ് ഓയിൽ അല്ല അവർ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഗ്യാസ് ഷെല്ലും മറ്റൊന്നും കാര്യങ്ങളൊക്കെ. നമ്മൾക്ക് ഇപ്പോഴും നമ്മൾ ആ ക്രൂഡ് ഓയിൽ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വല്ലയിടത്തുനിന്ന് വരുന്ന അത് നമുക്ക് ഒരിക്കലും കുറച്ചു കൊടുക്കാൻ കഴിയില്ല. അതൊരു സ്വാഭാവികമായ കാര്യം തന്നെയാണ്. ഇല്ല എങ്കിൽ നമ്മുടെ സർക്കാർ ചെയ്യേണ്ടത് ഈ ജനങ്ങൾ കൊടുക്കുന്ന വലിയ നികുതി പണം എടുത്തിട്ട് ഈ പെട്രോളിനും ഡീസലിനും ഒക്കെ സബ്സിഡി കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും. സബ്സിഡി കൊടുക്കുമ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, ധനുഷിന്റെ സ്കൂട്ടർ ഓടിക്കാൻ ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത ഞാൻ സബ്സിഡി തരേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്നവർക്കും കാറും ബൈക്കും സ്കൂട്ടറും ഇല്ല. അവന് ഞാൻ പേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യമായ റോഡ് വേണം, കുടിവെള്ളം വേണം, ലൈറ്റ് വേണം, വീട് വേണം. അതിനാണ് ഞാൻ സർക്കാർ നികുതിപ്പണം കൊടുത്ത് ഞാൻ അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. അതല്ലാതെ ഇവിടുത്തെ എന്ന് അവൻ ചോദിച്ചാൽ, ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്ന് അവൻ ചോദിച്ചാൽ എന്തുത്തരം പറയും? സ്വാഭാവികമല്ലേ? വാഹനമില്ലാത്തവൻ അവന് വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളാണ്. പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം വേണം, കക്കൂസില്ലാത്തവന് കക്കൂസ് വേണം, റോഡില്ലാത്തവന് റോഡ് വേണം, അല്ലേ? അപ്പൊ സ്വാഭാവികമായി അവന്റെ നികുതിപ്പണം അതിനുവേണ്ടി തന്നെയാണല്ലോ, അടിസ്ഥാന സൗകര്യ വികസനത്തിനാണല്ലോ കൊടുക്കേണ്ടത്. അവന് പട്ടിണിയില്ലാതെ മുമ്പോട്ട് പോകണം, സൗജന്യമായിട്ട് അവന് അരി കിട്ടണം, അല്ലേ? അതല്ലാതെ വാഹനം ബൈക്കും കാറുമുള്ള സമ്പന്നന് പെട്രോൾ അടിക്കാനല്ലോ ഞാൻ നികുതി കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് സബ്സിഡി കൊടുക്കാൻ കഴിയില്ല സർക്കാരിന്. സ്വാഭാവികമായി അതിന് വലിയ പ്രതിഷേധം ഉയരുകയും തന്നെ ചെയ്യും.
പിന്നെ ഇതിപ്പോ ആർക്കും ഒന്നും മിണ്ടാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും CPM-ഉം കോൺഗ്രസും ഒന്നും ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. ഇതിന്റെ വില വർധനയെ കുറിച്ച് ഇതുവരെ ഒന്നും അവരൊന്നും സംസാരിച്ചു തുടങ്ങിയില്ല. ഇനി ഇലക്ഷൻ കഴിഞ്ഞ ഹാങ് ഓവറിലായതുകൊണ്ടാണോ എന്നറിയില്ല. ഇതിനകത്തൊന്നും ആർക്കും പറയാൻ കഴിയില്ല. പറയാൻ കഴിയുന്നിടത്ത് ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്നാ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോവാ, നിങ്ങൾ വില കുറച്ച് കൊണ്ടുവരൂ. കാരണം വില കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നിടത്തു നിന്നൊക്കെ ഇന്ത്യ പോയി കഴിഞ്ഞിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ എത്ര രാജ്യങ്ങളാണ് ഈ എണ്ണ ഉത്പാദനം നിർത്തിയത്? മിഡിൽ ഈസ്റ്റ് ആണല്ലോ ഏറ്റവും വലിയ എണ്ണ ഉത്പാദനമായ രാജ്യങ്ങൾ. അവരെല്ലാം പൂർണ്ണമായിട്ട് ഇത് നിർത്തിയില്ല. ഹോർമുസ് വഴി കടലിൽ കൂടെ ഈ എണ്ണ വരാത്ത സാഹചര്യം വന്നു. ഇപ്പം പ്രധാനപ്പെട്ട എണ്ണ ഉത്പാദകരായി നിൽക്കുന്നത് ഇപ്പോൾ റഷ്യയാണ്. ആ റഷ്യ എടുത്തിട്ടാണ് എല്ലാവരും കൂടെ വള്ളവും വണ്ടിയും പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കും ഒരു പരിധിയില്ലേ ഇത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ റേറ്റ് കൂട്ടിയല്ലേ കൊടുക്കത്തുള്ളൂ. കാരണം കാറ്റുള്ളപ്പോഴേ എല്ലാവർക്കും തൂറ്റാൻ പറ്റൂ. അതുകൊണ്ട് ആ സ്വാഭാവികമായി തന്നെ അവർ റേറ്റ് കൂട്ടി വിൽക്കും. അത് വരുമ്പോൾ അതിന്റെ ഒരു ഭാഗം നമ്മൾ വഹിച്ചേ പറ്റൂ എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു ഇതും അതുമായി ചേർന്ന് വരുമോ എന്ന് എനിക്കറിയത്തില്ല. മിൽമ പാലിന് ഒരു 4 രൂപ കൂട്ടിയായിരുന്നു. ആരെങ്കിലും അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. രാവിലെ മലയാളി കുടിക്കുന്ന ചായ കുടിക്കുന്ന പാലിന് 4 രൂപ കൂട്ടി. അതൊരു വലിയ വാർത്തയായിട്ട് ഞാൻ എങ്ങും കണ്ടില്ല. അവിടെ ഇവിടെയൊക്കെ ചില പോസ്റ്റുകൾ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അത്. നമുക്ക് സ്വന്തമായിട്ടൊരു പശുവിനെ നമുക്ക് വളർത്താൻ പറ്റുമായിരുന്നല്ലോ, അല്ലേ? അത് നമ്മൾ ഈ പാലിന് വേണ്ടി കർണാടകയും ആന്ധ്രയും വളർത്താൻ പറ്റുന്ന യുദ്ധം നടക്കുകയാണല്ലോ. അപ്പൊ ഈ ഇറാനിയൻ പശുക്കളുടെ ഒരു ഷോർട്ടേജ് ഉണ്ടെന്നൊക്കെ പറയുന്നു കമ്മ്യൂണിസ്റ്റ്. ഇറാനിയൻ പശുക്കളായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഷോർട്ടേജും പണിമുടക്കുക അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടോ? എന്തായാലും നോക്കാം. അതൊക്കെ പറയാം. ഓക്കെ.